അത് ബുധൻ ഏതു യോഗമാണ് ശ്രദ്ധിച്ചുകൊള്ളുക. അതുകൊണ്ട് പഠിക്കാനൊക്കെ നല്ല കഴിവുകളുണ്ടാവും, അസാധ്യമായ കഴിവുകളുണ്ടാവും. സ്റ്റുഡന്റുമാർക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല കഴിവുകളുണ്ട്. ചിലർക്ക് വിദ്യാഭ്യാസം നശിപ്പിച്ചതിൻ്റെ ഉറപ്പായിട്ടായിരിക്കും വരുന്നത്. അത് ആ ബുധന്റെ ഭാവാദിത്യം വെച്ച് വേണം നോക്കാൻ. ബുധൻ ബലവാനാണെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവും, നല്ല ലെവലിലേക്ക് എത്തുകയും ചെയ്യും. ഈ ചെറുതിൽ പ്രതീക്ഷയിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഒന്ന് ഒരു സ്ട്രോങ് ആയിട്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ കേതു ഇന്നർ വേദാണ്. ഇന്നർ വേദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാനും വേറെ ആര് പറയുന്നതിൽ നിന്ന് ഉപരിയായിട്ട് വേറെ ഒരുപാട് പേര് സ്വാധീനിക്കും. അതിൽ നിന്നൊക്കെ എല്ലാം നന്മയില്ല, സത്യസന്ധതയില്ല, കൺസ്യൂമേറ്റ് ലെയറാണ്. ബുധനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ മാനിപ്പുലേറ്റീവ് നേച്ചറിൽ നിന്ന് മാറി ഏതൊരു ദൈവീകത, ഒരു മോക്ഷകാലയാക്കി അവരെ പിടിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. ആ ബുധൻ ഏതു യോഗം ബന്ധപ്പെടുന്ന ഭാഗത്തു നിന്ന് ഒരുപാട് സുഖാനുഭവങ്ങളും അതുപോലെ തന്നെ കുറെ ദുഃഖാനുഭവങ്ങളും ഉണ്ടാവും. ദുഃഖാനുഭവങ്ങൾ എന്നും അവിടെ തന്നെയാണ്, പക്ഷെ നമ്മൾ സുഖാനുഭവങ്ങളും അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ വ്യാപുന്ന ഭാവത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഇടുക. അത് ഏതൊരു രോഗമാണെങ്കിൽ അത് വ്യാപിക്കുന്ന ഭാവം എന്ന് പറയുന്നില്ല. സർജറി വേദന കുറെ കഴിക്കുകയും ഒരു വൈദ്യ ചെയ്യാറാണ്. അപ്പൊ അത് കാലുകുത്തി രചനം കെട്ടി വരുന്ന പോലെ ആ മനുഷ്യ പ്രയത്നങ്ങൾ കെട്ടിത്തെളിച്ച് മുന്നോട്ട് പോയി ഈ ലൈഫിലെ സേവിങ് താമസം ഉപയോഗിക്കാൻ പറ്റും. ഏത് യോഗം നല്ലൊരു യോഗമാണ്. ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും ഒരു യോഗം So I would suggest that if you want to transition to full stack developer, as you are already a backend developer, you can learn HTML, CSS, and JavaScript. JavaScript is an absolute must. And then you can probably pick a framework like React, which is very, very up and running in the market right now. And that is what I would suggest is the path for you to become a full stack developer. Okay, React, I have heard about React many a time. So could you please tell me the process from there I can learn? I would suggest that you can start with the React documentation, which is good enough. Learn by building some code sandboxes and learn what are the different basic hooks that are there. By the way, I'm taking a masterclass on roadmap to becoming a full stack developer. You can learn things from there as well. If you want to get hired at a company like Microsoft, begin your learning journey with Scalar's masterclass for free. Click on the link below to register. നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷൻ, കേതു കോമ്പിനേഷൻ. ജാതകത്തിൽ ഗുരു കേതു കോമ്പിനേഷൻ വല്ലാതെ ശ്രദ്ധിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. ഒരു കോഴ്സ് പോലെ പറഞ്ഞ ബ്രില്യൻറ്റ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി പ്ലാൻ എക്സിക്യൂട്ടർ വിത്ത് പുവർ പെർസെപ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് അസാധ്യമായിട്ടുള്ള കഴിവുകളുണ്ടായി പലപ്പോഴും കാഴ്ചപ്പാടിന്റെ ക്വാളിറ്റി കുറവാണ് പരാജയപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ ബൃഹസ്പതി ജൂപ്പിറ്റർ എന്ന് പറയുന്ന വിശുദ്ധമാണ്, നോളജാണ്, എക്സ്പീരിയൻസ് ആണ്, അല്ലെ? നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മൾ കിട്ടുന്ന എക്സ്പീരിയൻസുകളാണ്. അതുപോലെ ഗ്ലോസ് ആണ്, റിലീജിയസ് പാത്തുകളാണ്. നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവാനുള്ള മെയിൻ റിസോഴ്സസുകളല്ല
കേസിന്റെ കോമ്പിനേഷൻ കൂടെ വരുമ്പോൾ കേസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ലിബറേഷന്റെ ആളാണ്, ഇൻട്രോവേർട്ടിന്റെ ആളാണ്, ഡിറ്റാച്ച്മെന്റിന്റെ ആളാണ്, ഫാസ്റ്റ് ലൈഫ് ജഡ്ജിന്റെ ആളാണ്, ഉള്ളിൽ ആളാണ്, രഹസ്യങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്നതിന്റെ ആളാണ്, മാളത്തിരിക്കുന്നതിന്റെ ആളാണ്, കഴിവില്ലാത്ത കലയില്ലാത്ത കാഴ്ചപ്പാടുകളില്ലാത്ത അവസ്ഥകളുടെ ആളാണ്, ഒരിക്കലും പുറത്ത് തിരിച്ചറിയാൻ ഒരാളാണ്, നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നാടകത്തിൽ തീർക്കാം. ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ വ്യാഴത്തെ കുറിച്ച് പറഞ്ഞ വിജയ് കാണാം, കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞ വിജയ് കാണാം. ഇതിന്റെ ഒരു കോമ്പിനേഷൻ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരനുഭവം പറഞ്ഞു. സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സോളായിരിക്കും ഗുരു കേന്ദ്ര കോമ്പിനേഷൻ. എവിടെ വന്നാലും പ്രത്യേകിച്ച് കേന്ദ്ര വിഭവങ്ങളാണ് വരുന്നതെങ്കിൽ ഇവർക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും. അത് വലിയ കാര്യമാണ്. നമ്മൾക്ക് സ്പിരിച്വാലിറ്റി ഇല്ലാതെ പറയാൻ അതെല്ലാം നമ്മുടെ കാര്യങ്ങളായിട്ട് വരുന്നത് സയന്റിഫിക്കലി നോളജും വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരാണ് മലയാളത്തിൽ കാരണമുള്ളത്. സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇന്നത്തെ വരെ സമയത്ത് ജീവിച്ചു വരും. മനുഷ്യനെ പറ്റിക്കാതെ വേറെ ജോലി ചെയ്തു എന്നൊക്കെ പറയും. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരുടെ മറുപടി പറഞ്ഞതിനായി നല്ല രീതിയിൽ സ്പിരിച്വലായിട്ട് ജീവിക്കുക, ഏറ്റവും നല്ല ഹ്യൂമൻ ആവുക എന്നുള്ള പറഞ്ഞാൽ നമുക്കൊരു ഓർഗനൈസേഷൻ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദൈവത്തെ ഓഫർ ചെയ്യുന്നു. റിലീജിയസ് അല്ല, ഒരു സ്പിരിച്വൽ ആയിട്ട് ഏഷ്യൻ സ്പിരിച്വാലിറ്റി പറയുന്നത് ആണെന്നുള്ള രീതികളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറയുന്നത് അത്ര എളുപ്പമല്ല. വിദ്യാഭ്യാസം അദ്വൈതം അത് ഫൈറ്റ് ചെയ്ത് കയറുന്ന ഒരാളുകൾ അല്ലേ? പക്ഷെ അങ്ങനെ പറയാത്ത ആൾക്കാരാണ് ഗുരു കയറുമ്പോൾ ഗുരു കയറിയോടെ